ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സാപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി ഓട്സ് കട്ട്ലറ്റ് ആണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോ ഓണിയൻ, നോ ഗാർലിക് ഓട്സ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഓട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹൈ ഇൻ ഫൈബർ. അപ്പോൾ ഈ ഡയബറ്റീസും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള ഒരു നല്ല ഹെൽത്തി ഫുഡാണത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കട്ട്ലറ്റൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് 2 കപ്പ് ഓട്സ് ആണ് കേട്ടോ. 2 കപ്പ് റോൾഡ് ഓട്സ് എടുക്കണേ. പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ നന്നായി മിക്സ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊടിയായി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഒരു അര ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാനൊരു 5 ബീൻസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് ബീൻസ്, അത് ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, നന്നായി ഉടഞ്ഞിട്ടുള്ള പീസ്. ഇതിലേക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്, കെച്ചപ്പല്ല, ടൊമാറ്റോ സോസാണ് എടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. ഈ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം, 2 എണ്ണം. ഈ ചില്ലി പേസ്റ്റിന് പകരം 2 പച്ചമുളക് എടുക്കാം. പിന്നെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നന്നായി നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ, ജിഞ്ചർ. കാരണം നമ്മൾ ഗാർലിക് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോണതിന് മുന്നേ നമുക്ക് നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് നമുക്ക് നന്നായി ആദ്യം ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ടത് വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമായി കുക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓട്സ് വറുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ആട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ അതിലേക്ക് എൻ്റെ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യണതിൻ്റെ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ്, നമ്മൾ കുക്കിംഗ് ടൈം കുറവായതുകൊണ്ട് നമുക്ക് ഒന്ന് വേഗം കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഓട്സിലൊക്കെ ഇങ്ങനെ ഹോൾ ഗ്രെയിൻസിലൊക്കെ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡിന് ഉപകാരങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ദുർഗുണങ്ങളുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ഉപകാരം എന്ന് പറയുന്നത് ഈ കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ തന്നെ ഡയബറ്റിസ്, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കെമിക്കലാണിത്. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, അത് നമ്മുടെ അയൺ അബ്സോർപ്ഷനെ ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം. പറഞ്ഞാൽ അയൺ എത്ര വേഗം അബ്സോർബ് ചെയ്യാൻ സമ്മതിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ അതാണ് നമ്മൾ ഹീറ്റ് ചെയ്യണതിൻ്റെ സെക്കൻഡ് ഉദ്ദേശം. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് റോ സ്മെല്ല് പോയിട്ട് നമുക്ക് ചെറുതായിട്ടൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പം ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ നിർത്തി കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് 3/4 ഭാഗം എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ബാക്കിയുള്ള 1/4 ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുക. കാരണം കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്ചർ കേട്ടോ. ഓട്സ് പൊടിച്ചെടുത്തതിൻ്റെ ടെക്സ്ചർ ഇതാണ്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലുണ്ടല്ലോ, അതിങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന കരിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ. കുഞ്ഞായി മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ചേർക്കാൻ ക്യാരറ്റ് ഇങ്ങനെ എല്ലാത്തിലും എണ്ണയിൽ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് നേരെ അങ്ങോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താലും മതി. ഞാൻ ഇത് കാര്യമായി വേവിക്കാനുള്ള സമയമില്ല, വെള്ളം ചേർക്കില്ല കാര്യമായിട്ട് നമുക്ക്. കാരണം നമ്മുടെ ഓട്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓട്സിലാകുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇത് വരട്ടിയെടുക്കുകയാണ്. പിന്നെ ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബീൻസാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ബീൻസും ഞാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാം കേട്ടോ. കാരണം ഇത് രണ്ടും കുറച്ചൊന്ന് അതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് പോകണം, നമുക്കൊന്ന് കടിക്കാനുള്ള കുക്ക് ചെയ്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് വഴറ്റിയെടുക്കാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ അതിലേക്ക്
1/4 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ, കൂടുതൽ വേണ്ട കേട്ടോ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ടേസ്റ്റ് കൂടുതൽ വന്നാൽ കട്ട്ലറ്റിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഇതേപോലെ വഴറ്റി കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പീസാണ്. പീസ് കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മതിയെ. പിന്നെ പീസ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പീസാണ് ഉള്ളത് വെച്ചാൽ അത് ഒന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അടുത്തത് ചേർക്കാൻ പോണത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ. ഞാൻ പൊടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഓട്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഇടുക. എന്നിട്ട് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. 2 കപ്പ് ഓട്സിന് ഞാൻ ഏകദേശം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം നല്ലോണം ലോയിൽ വെക്കാൻ ഓർമ്മ വയ്ക്കണേ. എന്നിട്ട് നന്നായി നിങ്ങൾ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ലോയിലിട്ടിട്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി നോക്കൂ. അപ്പോൾ നല്ലോണം ലോയിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം എല്ലാ സ്ഥലത്തും പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അടി പിടിക്കേണ്ടത് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് അമർത്തി പൊടിച്ചു കൊടുക്കാൻ പോവുക. അതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പോവുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. കെച്ചപ്പിലാണ് ഓണിയനും ഗാർലിക്കും ഉണ്ടാവുക. ടൊമാറ്റോ സോസിൽ ഓണിയനും ഗാർലിക്കും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ ചില്ലി പേസ്റ്റാണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മസാല വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിള്ളേർക്ക് ഇവിടെ മസാല കാര്യം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊതുവെ കട്ട്ലറ്റിൽ മുളക് പൊടി ഇടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടു ഇതിങ്ങനെ കുഴഞ്ഞ് നല്ലിങ്ങനെ ഒന്നിച്ച് ബൈൻഡായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ മല്ലിയില ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 എണ്ണം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6 എണ്ണം കൂടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനൊരു പ്ലേറ്റിൽ ഞാൻ കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാക്കി പൊടിച്ച് വെച്ച ഓട്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഞാൻ ആദ്യം അത് കോൺഫ്ലവർ മിക്സിൽ മുക്കിയെടുത്തിട്ട് ഞാനെൻ്റെ ഓട്സിലൊരു റോൾ കൊടുക്കുകയാണ്. നന്നായി കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു സംശയം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുമുണ്ട് എന്താണ് ഈ ടിക്കിയും കട്ട്ലറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം ഇതാണ് സംഭവം. പറഞ്ഞാൽ ടിക്കി എന്ന് പറയണതിൽ നമ്മളിങ്ങനെ ഒരു ഔട്ടർ ലെയർ ഓഫ് കോൺഫ്ലവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഓട്സ് വെച്ചിട്ട് ഒരു ലെയറൊന്നും നമ്മൾ കോട്ട് ചെയ്യില്ല. നേരെ ഒരു പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യണത്. പകരം കട്ട്ലറ്റ് കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈഡും ആണ്. അതേപോലെ തന്നെ അതിനിങ്ങനത്തെ ഒരു ഔട്ടർ കോട്ടിങ്ങും ഉണ്ട്. അതാണ് മെയിൻ വ്യത്യാസം. അപ്പോൾ നന്നായി കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കുക. ഞാൻ പൊതുവെ ബാച്ചായിട്ട് ഉണ്ടാക്കണതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ആക്കി ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത ബാച്ച് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാര്യമായ എണ്ണ വേണ്ട വെച്ചാൽ ഇത് നേരെ പറഞ്ഞാൽ ഇങ്ങനെ കോട്ട് ചെയ്യാണ്ട് തന്നെ നേരെ ഇങ്ങനെ കട്ട്ലറ്റ് ഷേപ്പ് കൊടുത്തിട്ട് നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഷാലോ ഫ്രൈയും നമുക്ക് ടിക്കിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ 6 എണ്ണം ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പാനാട്ടോ വറുക്കാൻ എടുക്കണേ നല്ലത്. പറഞ്ഞാൽ അടിഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പറഞ്ഞാൽ ഈ കട്ട്ലറ്റ് ഏകദേശം പകുതി മുങ്ങിക്കിടക്കുക രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായിട്ടോ നോക്കുക. ചൂടായതിന് ശേഷം മോഡറേറ്റ് ചൂട് വന്നതിന് ശേഷം മെല്ലെ നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വറുത്ത ഓയിൽ പിന്നെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ നല്ലത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്യണ ഓയിൽസ് ഒന്നും റീയൂസ് ചെയ്യാതിരിക്കുക നല്ലത്. ഒരു 4 നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒരു സൈഡ് അതിന് ശേഷം ഇപ്പോൾ മോഡറേറ്റ് ഫ്ലെയിമിൽ ഇടണം കേട്ടോ, പറയാൻ മറന്നു. മോഡറേറ്റ് ഫ്ലെയിമിൽ ഇടണ്ടേ, മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് മെല്ലെ നമ്മുടെ ഇത് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ സാധാരണ കട്ട്ലറ്റ് പോലെ അങ്ങോട്ട് ഭയങ്കര ബ്രൗണിഷ് ഒന്നും ആയിട്ട് വരില്ല കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരുള്ളൂ. അങ്ങനെ ഒരു സൈഡ് 2 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കട്ട്ലറ്റൊക്കെ ഇതാ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സോസിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ മെനക്കെടാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കാണ്ട് ഞാൻ സോസ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാൻ പോവാണേ. ഞാൻ ഇതാ കാണില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും. സോസ് നമുക്കിന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ വീട്ടിൽ ഹെൽത്തി ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഓട്സൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി ഇങ്ങനെ കുപ്പിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൊളസ്ട്രോളും ഡയബറ്റീസും ഉള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുക. റെസിപ്പി എങ്ങനെ ടേൺ ഔട്ട് ചെയ്തു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.